ഞാൻ ഇന്നലെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. തേജുവിന് വെക്കേഷൻ ആയതുകൊണ്ട് 2 ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാ ട്ടോ. എൻ്റെ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഫോട്ടോ ഫ്രെയിമുകൾ വേണം ട്ടോ. വേറെ ആരുടെ പരിപാടിയല്ല, അമ്മേൻ്റെ പരിപാടിയാണ്. അമ്മയ്ക്ക് ഇങ്ങനെ കുറേ ഫോട്ടോസ് ഇങ്ങനെ വീട്ടിൽ വെക്കുന്നത് ഭയങ്കര ഇഷ്ടാ ട്ടോ. വീട് നിറയെ ഫോട്ടോസ് വേണം. പിന്നെ അച്ഛനൊരു കേക്ക് കൊണ്ടുവന്നു ട്ടോ. അതാണെങ്കിൽ പൊടി പൊടിയായിട്ട് മുറിച്ച് വെച്ചിട്ട് വേറെ ആരുടെ പണിയല്ല, തേജുവിൻ്റെ പരിപാടിയാണ്. ഞങ്ങളത് ചോറ് പോലെ വാരി തിന്നു ട്ടോ. പിന്നെ അമ്മ വീട്ടിലത്തെ ഓരോ പണികൾ ഇങ്ങനെ ചെയ്യണ്ടേ. തേജു ഒരു മൂലയ്ക്കിരുന്ന് ഭയങ്കര കളിയാട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തേജു അപ്പുറത്തെ റൂമിൽ പോയിട്ട് നല്ല തുണി മടക്കി വെക്കലാണേ. തേജുവിന് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനത്തെ ഓരോ പരിപാടികൾ ചെയ്യുന്നത്. ഓരോ ഇഷ്ടപ്രകാരം ചെയ്യുന്നത് കേട്ടോ. അവൻ്റെ ഇഷ്ടപ്രകാരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ഒരു പണിയെടുക്കണമെന്ന് നോക്കിക്കൊണ്ടേ ഇരുന്നു. പിന്നെ അമ്മ പറഞ്ഞു നോക്കിക്കൊണ്ടിരിക്കേണ്ട, അകത്ത് പോയി ചിക്കൻ കറി വെക്കുന്നത്. ഈ വീട്ടിൽ വന്നാലും അവിടെയാണെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് വെക്കുക, ഞാൻ ഒറ്റയ്ക്ക് തിന്നുക, ഇതൊരു പരിപാടിയാണ്. പിന്നെ അമ്മ പറഞ്ഞല്ലേ വെക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ബ്ലൂടൂത്തിൽ പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഓരോന്ന് അരിഞ്ഞ് പെറുക്കിയിരിക്കുമ്പോൾ തേജു വന്നിട്ട് എന്നെ സഹായിച്ചു കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അകത്ത് പോയി നോക്കുമ്പോൾ അമ്മയും തേജു ഭയങ്കര ടി വി ആണല്ലേ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചിക്കൻ കറി റെഡിയായി. പിന്നെ അച്ഛൻ കുറച്ച് മീനൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്ന് അച്ഛൻ വാങ്ങും കേട്ടോ. പിന്നെ ഞാൻ തന്നെ എല്ലാവർക്കും വിളമ്പി കൊടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ എൻ്റെ റൂമിൽ പോയപ്പോൾ അമ്മ ഒരു കൊട്ടയിൽ കുറേ തുണികൾ മടക്കി വെച്ചിരുന്നിട്ട്, വേറെ ഒന്നുമില്ല, തേജ് ജനിച്ചപ്പോഴുള്ള തുണികളാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ, ഓരോ ഓർമ്മ കേട്ടോ കാണുമ്പോൾ. അമ്മ പിന്നെ ഒന്നും കളയില്ല കേട്ടോ, ഒക്കെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കും. പിന്നെ കണ്ടപ്പോൾ ഒരു സന്തോഷം സങ്കടം ഒക്കെ വന്നു കേട്ടോ. തേജുവിന് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുത്തേ. പിന്നെ ഞാൻ എൻ്റെയും അനിയത്തിൻ്റെയും കുറേ ഫോട്ടോസൊക്കെ അമ്മ ഇങ്ങനെ ഒരുപാട് സൂക്ഷിച്ച് വെക്കും കേട്ടോ. ഒന്നും അമ്മ കളയില്ല കേട്ടോ. പിന്നെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണാം.